നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാരും ഹൈക്കമാൻഡിൻ്റെ തലയ്ക്ക് മുകളിൽ വളരരുതെന്ന കർശന നിർദ്ദേശമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത്. കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡിൻ്റെ തീരുമാനങ്ങളെപ്പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ചില നീക്കങ്ങൾ നടത്തിയത് രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അവരോടാണ് നിങ്ങൾ ഹൈക്കമാൻഡിൻ്റെ തലയ്ക്ക് മുകളിൽ കളിക്കരുതെന്ന കർശന നിർദ്ദേശം രാഹുൽ ഗാന്ധി നൽകിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസിനുണ്ടായ സംഭവവികാസങ്ങൾ NSS SNDP ഐക്യം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സംഘടിപ്പിച്ച പരിപാടിയുടെ വേദിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വെള്ളാപ്പള്ളി നടേശനെതിരെ ആഞ്ഞടിച്ചത് ഇതെല്ലാം ഹൈക്കമാൻഡ് സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഹൈക്കമാൻഡിൻ്റെ ചിന്തകൾക്കും പ്രവർത്തികൾക്കും അനുരൂപമായ വിധത്തിൽ മാത്രമേ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തിക്കാൻ പാടുള്ളൂവെന്നും ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം ആരും കടന്നു പോകരുതെന്നുമുള്ള കർശന നിർദ്ദേശം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാവർക്കും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും നൽകിയത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ കേരള യാത്രയുടെ വേദിയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് മറുപടിയായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ പ്രസംഗം വൈറലായി എന്ന് മാത്രമല്ല, അത് സംസ്ഥാനത്തൊട്ടാകെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. കാന്തപുരത്തെ പോലൊരു മുസ്ലിം മത പണ്ഡിതൻ്റെ വേദിയിൽ ഇരുന്നുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP യോഗം ജനറൽ സെക്രട്ടറിയെ VD സതീശൻ വിമർശിച്ചത് ശരിയായോ എന്നുള്ള ചോദ്യം ഹൈക്കമാൻഡിന് മുന്നിൽ ഉയർത്തപ്പെട്ടു. അത് കോൺഗ്രസിനോട് അടുക്കാൻ വെമ്പി നിൽക്കുന്ന ഈഴവ സമുദായത്തിൻ്റെ താല്പര്യങ്ങളെ ഹരിക്കുകയും അവരെ വീണ്ടും കോൺഗ്രസിൽ നിന്ന് അകറ്റുകയുമല്ലേ ചെയ്യുകയുള്ളൂ എന്ന ചോദ്യമാണ് ഉയരുന്നത്. AICCയുടെ കേരളത്തിലെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഈ വിഷയം ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തു. VD സതീശൻ്റെ കാന്തപുരം വേദിയിലെ പ്രസംഗം ഈഴവ സമുദായത്തെ കോൺഗ്രസിൽ നിന്നും കൂടുതൽ അകറ്റാൻ മാത്രമേ സഹായിച്ചുള്ളൂ എന്ന റിപ്പോർട്ടാണത്രേ ദീപാദാസ് മുൻഷി AICCക്ക് നൽകിയത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തങ്ങൾക്ക് തോന്നുന്ന വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതും മറ്റ് സമുദായ നേതാക്കളെ കോൺഗ്രസിൽ നിന്ന് അകറ്റുന്നതും ഒരിക്കലും തെരഞ്ഞെടുപ്പിന് മുമ്പ് അഭികാമ്യമായൊരു സംഗതിയല്ല എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പറയുന്നത്. VD സതീശനടക്കം KC വേണുഗോപാൽ അടക്കമുള്ള എല്ലാ നേതാക്കളോടും AICC നേതൃത്വം, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഇത് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു സമുദായത്തെയും സാമുദായിക നേതാവിനെയും സമുദായ സംഘടനകളെയും കോൺഗ്രസിൽ നിന്ന് അകറ്റരുത്. അങ്ങനെ അകറ്റിയാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ദോഷകരമായി കോൺഗ്രസിൻ്റെയും UDFൻ്റെയും സാധ്യതകളെ ബാധിക്കും. UDFന് ഭരണം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസം AICCക്കുണ്ട്. AICC നടത്തിയ സർവേകളെല്ലാം തന്നെ UDFൻ്റെ വിജയം മുൻകൂട്ടി കാണുകയും പ്രവചിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് VD സതീശൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ളൊരു കമൻറ്റ് വന്നത്, ഒരു പ്രതികരണം വന്നത്. കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ VD സതീശന് വലിയൊരു പോപ്പുലാരിറ്റി ഇതുമൂലം കിട്ടി എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ അതുപോലെ ഈഴവ സമുദായം പോലുള്ള സംഘടനകൾ, അല്ലെങ്കിൽ ഹൈന്ദവ വിഭാഗങ്ങളിലെ സംഘടനകളും ആ സമുദായങ്ങളും കോൺഗ്രസിൽ നിന്ന് അകന്നു പോകുന്നൊരവസ്ഥയുണ്ടായാൽ അത് വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്ന ഒരു വിശ്വാസം കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട്. അതുകൊണ്ട് ഇനി സാമുദായിക നേതാക്കളെയോ സമുദായങ്ങൾക്കെതിരെയോ ഒരക്ഷരം ഒരു കോൺഗ്രസ് നേതാവ് മിണ്ടിപ്പോകരുതെന്ന കർശന നിർദ്ദേശമാണത്രേ കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഒരു സമുദായ നേതാവിനോ ഒരു സമുദായ സംഘടനകൾക്കോ എതിരെ ഒരക്ഷരം പോലും കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് നേതാക്കളുടെയും ഭാഗത്തു നിന്ന് വന്നു പോരുമെന്ന കർശന നിർദ്ദേശം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നൽകിയെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എല്ലാ സമുദായങ്ങളെയും കൂടെ നിർത്തിയാൽ മാത്രമേ UDFനും കോൺഗ്രസിനും വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന സൂചനയാണ്, എന്ന നിർദ്ദേശമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നോട്ട് വച്ചത്.